ഫുട്ബോൾ ആരാധകർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഒരു പേര് ഇപ്പോഴും വലിയ വികാരമാണ്. അതിന് ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ് ലോകകപ്പിലെ പോർച്ചുഗൽ കൊളംബിയ പോരാട്ടം. മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചെങ്കിലും ലോകം മുഴുവൻ സംസാരിച്ചത് ഒരേ ഒരു മനുഷ്യനെ കുറിച്ചായിരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച്. ഈ ഒരു മത്സരം നേരിൽ കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരാധകർ ഒഴുകിയെത്തുകയായിരുന്നു. ഫിഫ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് 2 കോടിയിലധികം ടിക്കറ്റ് അപേക്ഷകളാണ് ഈ മത്സരത്തിനായി മാത്രം ലഭിച്ചത്. പലർക്കും ടിക്കറ്റ് കിട്ടിയില്ല. ലഭിച്ചവർ ലക്ഷങ്ങൾ മുടക്കിയാണ് ടിക്കറ്റ് സ്വന്തമാക്കിയത്. മത്സരം അടുത്തതോടെ സാധാരണ ടിക്കറ്റുകളുടെ വില $3000 മുകളിലെത്തുകയും 4 ഹോസ്പിറ്റാലിറ്റി ടിക്കറ്റുകൾക്കായി $16,000 ചിലവഴിച്ച ആരാധകരും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇത്രയും പണം ചിലവഴിച്ചതിന്റെ കാരണം മത്സരം മാത്രമായിരുന്നില്ല. റൊണാൾഡോയെ ഒരിക്കൽ നേരിൽ കാണണം, അദ്ദേഹം മൈതാനത്ത് കളിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു പലരെയും മയാമിയിലേക്ക് എത്തിച്ചത്. കൊളംബിയ, ചിലി, പെറു, അമേരിക്ക, ന്യൂജേഴ്സി തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു എന്ന് പറയാം. ലോകകപ്പിന് യോഗ്യത നേടാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരും റൊണാൾഡോയെ കാണാനായി പ്രത്യേകം യാത്ര ചെയ്തു. സ്വന്തം രാജ്യം ലോകകപ്പിൽ കളിക്കുന്നുണ്ടായിട്ടും ആ മത്സരം മാറ്റിവെച്ച് പോർച്ചുഗലിന്റെ മത്സരം കാണാൻ എത്തിയ ആരാധകരും കുറവായിരുന്നില്ല. മത്സരം കാണാൻ സ്റ്റേഡിയത്തിലെത്തിയത് സാധാരണ ആരാധകർ മാത്രമല്ല. NBA താരം ജിമ്മി ബട്ട്ലർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, FBI ഡയറക്ടർ കാഷ് പട്ടേൽ ഉൾപ്പെടെ നിരവധി പ്രമുഖരും ഈ മത്സരം കാണാൻ ഗാലറി ഉണ്ടായിരുന്നു. 64,478 പേരാണ് സ്റ്റേഡിയത്തിൽ ഈ പോരാട്ടത്തിന് സാക്ഷിയായത്. 2024 കോപ്പ അമേരിക്ക ഫൈനലിൽ ടിക്കറ്റ് ഇല്ലാത്ത ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചു കയറിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഫിഫയും മയാമി പോലീസും അതീവ സുരക്ഷയാണ് ഒരുക്കിയത്. പാർക്കിംഗ് ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് വാഹനവുമായി പ്രവേശനം അനുവദിച്ചത്. മറ്റുള്ളവരെ പ്രത്യേക ബസ്സുകളിലൂടെയാണ് സുരക്ഷാ പരിശോധനാ കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്ക് പോലും സ്റ്റേഡിയത്തിന് സമീപത്ത് എത്താനും പോലും അവസരം ലഭിച്ചിരുന്നില്ല. മത്സരത്തിൽ ഗോളൊന്നും പിറന്നില്ല. പോർച്ചുഗലിനും കൊളംബിയയ്ക്കും വിജയവും ലഭിച്ചില്ല. എന്നാൽ ഗാലറിയിൽ ഇരുന്ന ആയിരക്കണക്കിന് ആരാധകർക്ക് അത് നിരാശയായിരുന്നില്ല. കാരണം അവർ ആഗ്രഹിച്ചത് വിജയമല്ല. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ താരങ്ങളിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തം കണ്ണുകൾ കൊണ്ടൊന്ന് കാണുക മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. ചില കളിക്കാർ ട്രോഫികൾ നേടും, ചിലർ റെക്കോർഡുകൾ സൃഷ്ടിക്കും. എന്നാൽ വളരെ ചുരുക്കം ചിലർ മാത്രമാണ് തലമുറകളുടെ ഹൃദയം കീഴടക്കുക. 40-ാം വയസ്സിലും ലക്ഷങ്ങൾ മുടക്കി ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, ഒരു വികാരമാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് തെളിയിച്ചിരിക്കുകയാണ്.